റെഡിയാണോ കുട്ടാ? യെസ് കുട്ടാ, വി ആർ കുട്ടൻസ് ഇൻ ഫ്രാൻസ്. സോ നമ്മളിപ്പോൾ എക്സാമൊക്കെ നമുക്ക് ഫൈനലി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞു. ആക്ച്വലി വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതെ, കാരണം ഞങ്ങൾ പെട്ടെന്ന് വന്നതും എക്സാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒന്നുമില്ല, ഇനി ഞങ്ങൾക്ക് വെക്കേഷനാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റായിട്ട് നമ്മൾ വെക്കേഷന് വേണ്ടി എല്ലാവരും ചിലരൊക്കെ നാട്ടിൽ പോവാണ്, ചിലരൊക്കെ പാരീസിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ലാസ്റ്റ് ഒരിക്കൽ ഒന്ന് കൂടിയിട്ട്, ഇനി 4 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ, സെപ്റ്റംബറിലേ ഉള്ളൂ നമുക്ക് ക്ലാസ്. അപ്പോൾ ലാസ്റ്റായിട്ട് ഒന്ന് എല്ലാവർക്കും കൂടി ഒന്ന് ഫുഡൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മളിന്ന് എന്താ ഉണ്ടാക്കുന്നത്? ഞങ്ങളിന്ന് പൊറോട്ടയും ചിക്കൻ കറിയും. അപ്പോൾ നമ്മളിപ്പം സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിചാരിച്ചു നമുക്ക് ഇതൊരു വ്ളോഗായിട്ട് എടുക്കാം എന്ന് നമ്മൾ തീരുമാനിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലമാണ് വെൽ. അപ്പോൾ വെല്ലിൽ നമുക്ക് ഇന്റർമാർഷേ എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അവിടേക്കാണ് നമ്മൾ പോയത്. നമ്മൾ ലിഡിൽ, ബിക്കോസ് ലിഡിൽ കുറച്ച് ഫാർ ആയതുകൊണ്ടാണ് നമ്മൾ ഇത്തവണ ഇവിടെ പോകാമെന്ന് വിചാരിച്ചേക്കുന്നത്. സോ നമ്മൾ അതൊന്ന് കാണിച്ചു തരാം. സോ ഇതാണ് വെൽ. ഇവിടെ ഒരുപാട് ഷോസ് ഉണ്ട്. മാംഗോ, H&M, സാര, മോസ്റ്റ് ഓഫ് ദ ഷോപ്പിംഗ് സെൻറ്റേഴ്സ് ഒക്കെ ഇവിടെയാണ്. പോളൊരു നല്ലൊരു നിങ്ങൾക്ക് ഡെസേർട്ട്സും അങ്ങനത്തെ ഒക്കെ ബേക്കറി പോലത്തെ ഒരു ഇതാണ്. ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇവിടെ. പിന്നെ ഇവിടെ ഇപ്പം വിൻ്റർ കഴിഞ്ഞപ്പോഴത്തേക്ക് നിറയെ തിരക്കുണ്ട്. കാരണം ഇപ്പോൾ കൂടുതലും ടൂറിസ്റ്റ് വരുന്ന സ്ഥലമാണ് ഇവിടെ. മറ്റേ ഒപ്പേറ എന്ന് പറഞ്ഞിട്ടൊരു ചർച്ച് ഉണ്ട്, പിന്നെ കുറേ അധികം പ്ലേസസ് ഉണ്ട്, ഷോപ്പിംഗ് എല്ലാം കൂടെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിപ്പോൾ. ഇവിടെ ചില സമയങ്ങളിലൊക്കെ ആൾക്കാരിങ്ങനെ വന്ന് എന്തെങ്കിലും ഡാൻസ് കളിക്കുന്നതും അല്ലെങ്കിൽ മറ്റ് ജഗ്ലിംഗ് പോലെ ചെയ്യുന്നതൊക്കെ ചെയ്യാറുണ്ട്. സോ നമ്മൾ പോകുന്ന കടയാണ് ഇന്റർമാർഷേ. ലിഡിലെയും കാട്ടിലും കുറച്ച് വില കൂടുതലാണ്. എല്ലാ പ്രോഡക്ട്സിനും കുറച്ച് വില കൂടുതലാണ്. ഇപ്പം പാലിനാണെങ്കിലും ബ്രെഡിനാണെങ്കിലും എല്ലാം. ഇന്റർമാർഷേ ഇവിടെ അല്ല. ഇതാണ് ഏതാ വേണമെന്നേ? റോസ് വേണോ, ബ്രൗൺ? പിന്നെ ഇവിടെ നിറയെയധികം സ്പെഷ്യൽ കൈൻഡ് ഓഫ് കപ്പ് നൂഡിൽസ് ഉണ്ട്. ഇവിടെ ആണെങ്കിൽ ഞങ്ങൾ ക്യാമ്പസിൽ ഇതിന് ഭയങ്കര റേറ്റ് കൂടുതലാണ്, പക്ഷെ €6 പക്ഷെ ഇവിടെ €4.90 ഉള്ളൂ. പിന്നെ ഇതാ €465 വോഡ്ക, ഇതെല്ലാം ഇവിടെ ഇങ്ങനെ പാക്കറ്റിലായിട്ട് കിട്ടും. വൈൻ നമ്മൾ ലിഡിൽ അന്നും ഉണ്ടായിരുന്നു കുറേ അധികം. ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ലിഡിലെ വീഡിയോയിൽ. ഇപ്പം ഇവിടെ സമ്മർ തുടങ്ങിയല്ലോ, അപ്പം കുറേ ആൾക്കാരും വെറൈറ്റി ഓഫ് ഹാറ്റൊക്കെ യൂസ് ചെയ്യും. പക്ഷെ നല്ല റേറ്റ് ഉണ്ട്, €11. അതാണ് ആർച്ച. ഭാരതി ഞങ്ങൾക്ക് വേണ്ടി നമ്മൾ പൊറോട്ട ചിക്കൻ അല്ല ഉണ്ടാക്കുന്നത്, അപ്പം ചിക്കൻ വാങ്ങുന്നു. പക്ഷെ ലിഡിലിൽ ഇവിടെക്കാട്ടിലും വിലക്കുറവാ. ഇതുകൊണ്ട് 433 പൂലെ. ആർച്ച എന്താ പറയുന്നത്? തക്കാളി, പിന്നെ സവോള, പിന്നെ ഓയില് വേണ്ട. ആ കുറച്ച് മതിയല്ലോ, വെള്ളം വേണ്ടല്ലോ. വേണ്ട. പിന്നെ തക്കാളി, കൊക്കക്കോള, നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത്. ആർച്ചയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എക്സാമിനെ കുറിച്ച്? എക്സാം വേഗം കഴിഞ്ഞു, സന്തോഷം. കുറേ കഷ്ടപ്പെട്ടു ഞങ്ങൾ. കാരണം ഫിനാൻസും IFRSും ഒക്കെ ഞങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് കുറച്ചധികം കഷ്ടപ്പെട്ടു. പക്ഷെ ഇന്ന് IM സെറ്റല്ലേ.
നല്ല തിരക്കുണ്ടായിരുന്നു, അതുകൊണ്ട് ബില്ലിംഗ് സെക്ഷനോ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അവർ പിന്നെ തെരുവിളിച്ച് വിടും. അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ച് ആതിരെ വീട്ടിലേക്ക് പോവാണ്. ആതിരെ വീട്ടിൽ മാത്രമേ ഇപ്പം കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് എല്ലാവർക്കും വരാൻ എളുപ്പമുണ്ടായതുകൊണ്ടും നടക്കാനൊന്നും അത്ര ഇല്ലാത്തത് കൊണ്ടും എൻ്റെ വീട്ടിലാണ് ഞങ്ങൾ എപ്പോഴും കൂടാറ്. നമ്മളിനി അവിടെ പോയിട്ട് കാണിക്കാം. നമ്മളൊരു വിന്ററൊക്കെ ആയപ്പോഴാണ് ഇവിടെ ഫസ്റ്റ് വന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വന്നപ്പോൾ വിചാരിച്ചോ ഇവിടെ അത്രയ്ക്ക് ആൾക്കാരൊന്നും ഇല്ല, ആളില്ല, ഭയങ്കര പീസ്ഫുൾ ആയിരുന്നു, ഭയങ്കര ക്വൈറ്റ് ആയിരുന്നു. പിന്നെ ഇപ്പോൾ സമ്മറൊക്കെ ആയി വരുമ്പോഴാണ് ആൾക്കാരൊക്കെ നല്ലോണം, എല്ലാവരും നല്ല ചില്ലാണ്. എല്ലാവരും ജോലിയൊക്കെ ഇവിടെ 7 മണി മാക്സിമം 8 മണി വരെ കടകളൊക്കെ കാണത്തുള്ളൂ. എല്ലാവരും എല്ലാം ക്ലോസ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ഒരു ബിയറൊക്കെ അടിച്ച് കഥയൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ചിൽ ലൈഫാണ് ഇവർക്ക്. അവരുടെ എന്താ പറയുക, ലൈഫ് ബാലൻസ് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ നാട്ടിലെ പോലെ രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 7 മണി വരെ വർക്ക് ചെയ്യണം, അങ്ങനത്തെ സിസ്റ്റം ഒന്നും ഇവിടെ ഇല്ല. ഇവിടെ ഈവൻ കടകൾ പോലും 7 മണി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഓപ്പൺ അല്ല, എല്ലാം അടച്ചിട്ട്. തുണി വാങ്ങിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത്. ഞാൻ സൺഡേ ഒക്കെ മോസ്റ്റ് ഓഫ് ദ ഷോപ്സ് 12 മണിക്ക് അടയ്ക്കും. എന്നിട്ട് അതുമില്ല, ഞങ്ങൾ വിന്റർ വന്നപ്പോൾ സമയത്ത് ഞങ്ങൾ വിചാരിച്ച് വിന്റർ ആയതുകൊണ്ടായിരിക്കും നേരത്തെ ഇവരെ ക്ലോസ് ചെയ്യുന്നത് അങ്ങനെ. പക്ഷെ വെയിലായിട്ടും അതും ഇവിടെ ടൂറിസ്റ്റ് കൂടുതൽ വരുന്ന പ്ലേസ് ആയിട്ട് പോലും ഒരു നേരത്തെ അടയ്ക്കും. അങ്ങനെ നമുക്കിപ്പം ക്ലാസ്സസും 8 മണി വരെ ഉള്ളത്. ഇപ്പം സൂര്യ അസ്തമിക്കുന്നതൊക്കെ 8:30 8:45 ആണ്. അപ്പൊ നമുക്കൊന്നും സമയം അറിയിക്കും. നമ്മൾ 6 മണിയാണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും. പിന്നെ ടൈം നോക്കുമ്പോഴാണ് അയ്യോ 8 മണിയായി 8. അതുകൊണ്ട് അതൊക്കെ ഫസ്റ്റ് ഒന്ന് യൂസ്ഡ് ആവാൻ നമുക്ക് കുറച്ച് സമയം എടുക്കും. എനിക്കിപ്പോഴും 9 മണിയൊക്കെ 9:30 ആകുമ്പോഴായാലും ചെറിയ സൺ സെറ്റായി വരുള്ളൂ. ഒന്ന് ഉറങ്ങണമെന്ന് വിചാരിച്ചാൽ പോലും അല്ല, എന്ത് വെളിച്ചോ പറയാ. നല്ല ഡാർക്ക്നെസ്സിൽ ഉറങ്ങുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇവിടെ കുറച്ച് ബുദ്ധിമുട്ട്. ഐമാസ്കൊക്കെ മേടിക്കൊക്കെ. അതുപോലെ ഇപ്പം ടൈം കുറഞ്ഞല്ലോ. ഫസ്റ്റ് 4.5 ആയിരുന്നു നമ്മുടെ ഇന്ത്യ ആയിട്ടുള്ള ഡിഫറൻസ്, ഇപ്പം 3.5 ആയി. ഇപ്പൊ ആക്ച്വലി സമയം 4 മണിയായി. 4 മണിയുടെ വെയിലാണ് പോലും. ഈ വെയിലാണ് ഇരിക്കുന്നത് ഇവിടെ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം വീട്ടിൽ എത്തി. നമ്മൾ ഇനി കുക്കിംഗ് പ്രിപ്പറേഷൻസ് തുടങ്ങാൻ പോവാണ്. ഫസ്റ്റ് നമ്മൾ എവിടെയാണ് തുടങ്ങുന്നത്? ചിക്കൻ ക്ലീൻ ചെയ്യുന്നതിൽ നമ്മൾ തുടങ്ങാം. ഈ ചിക്കൻ നമ്മൾ ഫുൾ ചിക്കനാണ് വെച്ചത്. നമ്മൾ എത്ര പേരുണ്ട്? 5 പേരുണ്ട്. 5 പേരുണ്ട്. പിന്നെ സ്കിൻ റിമൂവ് ചെയ്യണം. അത് പക്ഷേ ഇത്തിരി ടഫാണ്, എന്നാലും ഒരു ഹാക്ക് ഉണ്ട്. അപ്പോൾ അത് ത്രൂ ആണ് ഞങ്ങൾ കട്ട് ചെയ്യാൻ പോകുന്നത്, അല്ല സ്കിൻ റിമൂവ് ചെയ്യുന്നത്. അതിനുശേഷം കട്ട് ചെയ്ത് ഞങ്ങൾ കറി പോലെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. പൊറോട്ട റെഡിമെയ്ഡ് അല്ലേ? റെഡിമെയ്ഡ് മേടിക്കുന്നത്. ഇവിടെ ഒരു പാകിസ്ഥാനി സ്റ്റോറുണ്ട്, അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ പൊറോട്ട മേടിക്കുന്നത്. നമ്മൾ ആദ്യം ചിക്കൻ പൊട്ടിത്തെറിച്ചതും പിന്നെ വറുത്തരച്ചതും ഒക്കെയാണ് ഉദ്ദേശിച്ചത്. പക്ഷേ കുറച്ച് തടസ്സങ്ങൾ കാരണം ഞങ്ങൾ മാറ്റി. പൊട്ടിത്തെറിച്ചത് ഉണ്ടാക്കാതിരുന്നത് നമ്മൾ കുക്കറും പൊട്ടിത്തെറിച്ച് എല്ലാം അൺസേഫ് ആയതുകൊണ്ട്. പിന്നെ മറ്റേത് ഉണ്ടാക്കാനില്ല. തേങ്ങ വറുത്തത് തേങ്ങ കിട്ടാനില്ല, അതുകൊണ്ട് തേങ്ങ കിട്ടും, പക്ഷെ നല്ല എക്സ്പെൻസീവ്. ഇവിടെ കൊത്തുപോലെ നുറുക്കി കൊത്താക്കിയ തേങ്ങ കിട്ടും. അത് 2 പാക്കറ്റ് വാങ്ങിച്ചാൽ പോലും കുഞ്ഞു പാക്കറ്റാണ്, ആൻഡ് ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. സോ നമ്മളത് വേണ്ടാന്ന് വെച്ചു. ചിക്കൻ തണുപ്പുണ്ട്. അയ്യോ, ആദ്യം എങ്ങനാ ഇത് സ്കിൻ റിമൂവിന്റെ ഹാക്ക് നോക്കിയാലേ എനിക്ക് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അറിയാം. അത് പുള്ളിക്കാരൻ പറയുന്നില്ലല്ലോ. അയ്യോ, ആൾക്കാർക്ക് ഇത് സിമ്പിളായിട്ടുള്ളതാണെന്ന് തോന്നത്തില്ലല്ലോ. കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും നമുക്ക് കഴിക്കേണ്ടതായതുകൊണ്ട് നമ്മൾ എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും ചെയ്താലേ പറ്റത്തുള്ളൂ. അയ്യോ, ലെഗ് സൈഡ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ മറ്റേ അൽഫാമിൻ്റെ ഒക്കെ പീസില്ലേ അതുപോലെ. അങ്ങനെയാണ്. അയ്യോ, കട്ടാവുന്നില്ലല്ലോ. ഓക്കെ 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 അൽഫാമിൻ്റെ ഒക്കെ പീസ് പോലെ കട്ട് ചെയ്തെടുക്കണം. അയ്യോ, ഇവിടെ തന്നെ നമുക്ക് ഇവിടെ ഞങ്ങൾ ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. സ്കിന്നിൽ നമുക്ക് റിമൂവ് ചെയ്യേണ്ടതല്ലേ ഈ സൈഡിൽ. ഓക്കെ, നെക്സ്റ്റ് അൽഫാം പീസ്. ഇനി വിങ്സ് ആണ്. എൻ്റെ കൈ നോക്കും.
ജോയിൻ്റ് അല്ലേ ഇത്? ഭയങ്കര പാട്. ഓക്കെ പെർഫെക്റ്റ്. ഇത് പക്ഷെ നമുക്ക് വേണ്ട അല്ലേ, ഇത് നമുക്ക് വേണ്ട, ഇത് വേണ്ട നമുക്ക് ഈ പാട്ട്. അതുപോലെ തന്നെ ഈ സൈഡ് എടുക്കുക, ഇതിൻ്റെ ജോയിൻ്റായിട്ട് നോക്കുക. ഓക്കെ, ദെൻ നമുക്ക് ഈ പാർട്ട് വേണ്ട, ഇത് നമുക്ക് വേണ്ടി കളയാം. അയ്യോ ഓക്കെ, നമുക്ക് വിങ്സ് വെച്ചിട്ടുണ്ട്. സ്കിൻ റിമൂവ് ചെയ്യണം. പിടിച്ചു വലിച്ചാൽ വരും എന്നാണ് വീഡിയോയിൽ പറഞ്ഞത്. യെസ്, പിടിച്ചു വലിച്ചാൽ വരുന്നുണ്ട്. കൊള്ളാലോ. മാറി നിന്നോ ചട്ടിയിലെത്തിഴേ. പിന്നെ ബാലൻസ് വരുന്നത് നമുക്ക് കട്ട് ചെയ്ത് കളയാം സ്കിന്ന്. ഇവിടെ ഫുൾ ചിക്കൻ വാങ്ങിക്കുന്നതാണ് ലാഭം. അല്ലാണ്ട് മറ്റേ പീസായിട്ട് ലെഗ് മാത്രം ക്ലീൻ ചെയ്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന് 8 യൂറോ. പിന്നെ അല്ലാത്ത ബ്രസ്റ്റ് പീസ് ആണെന്നുണ്ടെങ്കിൽ അതിന് 7 യൂറോ. അതിനേക്കാളും ഇതിന് 4 യൂറോ ഉള്ളു. ഇച്ചിരി സ്കിൻ കളഞ്ഞ് നമ്മൾ കുറച്ച് മെനക്കെടുവാണെങ്കിൽ പൈസ കുറവും, ക്ലീൻ ചെയ്ത് കിട്ടുന്നുണ്ടെങ്കിൽ ഭയങ്കര പൈസ. അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ. ഓക്കെ, ദെൻ നമുക്ക് ഇതിന് നടക്കൂന്ന് കട്ട് ചെയ്യാം. ഇവിടെ എന്തോ ഒരു ഓക്കെ, ദെൻ നമ്മൾ ഇവിടെ കട്ട് ചെയ്യാം. ഓക്കെ പെർഫെക്റ്റ്, നമുക്കെല്ലാം കിട്ടിയിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്താൽ മതി. ഇത് നമുക്ക് പിച്ചാത്തി കൊണ്ട് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കട്ട് ചെയ്തിട്ടില്ലേ, അതേപോലത്തെ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ലെഗ് പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, വിങ്സ് ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കഴുത്ത, പക്ഷെ എവിടെ പോയെന്ന് കാണുന്നില്ല. ഓക്കേ, നമ്മൾ ചിക്കൻ സക്സസ്ഫുള്ളി റിമൂവ് ചെയ്ത് ക്ലീൻ ആക്കി കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചൊക്കെയാണ്. നമ്മൾ നെക്സ്റ്റ് ആണ് സവോള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഇഞ്ചിയുണ്ട്. നമ്മൾ സാധാ ഒരു ചിക്കൻ കറി പോലെയാണ് വെക്കുന്നത്. കറിയായിട്ട് പൊറോട്ടയുടെ കൂടെ കഴിക്കുന്നതുകൊണ്ട് ഗ്രേവി വേണ്ടേ, സോ ഞങ്ങൾ കറിയായിട്ട് കഴിക്കുന്ന പോലെ ഉണ്ടാക്കാന്ന് വെച്ച് കുക്കറിൽ വെച്ച് വേവിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാന്നാണ് വെച്ചത്. നമുക്ക് ആക്ച്വലി കുഴപ്പമില്ല. ഇവിടെ ഇത് വൈറ്റ് ഓണിയൻസ് ആണ് ഇവിടെ കിട്ടുന്നത്. ഇവിടെ പിങ്ക് കിട്ടും, പക്ഷെ നമ്മൾ ഇന്ന് പോയപ്പം പിങ്കിന് ഒത്തിരി വിലയായിരുന്നു, വില കൂടുതലായിരുന്നു. അപ്പം സാരമില്ല, ഇതൊക്കെ വെച്ച് ഇവിടെ കൊച്ചുള്ളി എന്ന് പറഞ്ഞ സാധനം നമ്മുടെ നാട്ടിലൊക്കെ ഇത്ര വെള്ളയല്ലേ, പക്ഷെ ഇതിന്റെ ഒരു വലിപ്പമുണ്ട് ഇവിടുത്തെ കൊച്ചുള്ളിക്ക്. ഇന്ന് അവിടെ ആ സ്റ്റോറിലുണ്ടായിരുന്നു. എല്ലാത്തിനും ഭയങ്കര വിലയാണ്. അതുകൊണ്ട് ഞങ്ങൾ കൊച്ചുള്ളി ഒന്നും എടുക്കാൻ പോയില്ല. നമുക്ക് ചിക്കന് കൊച്ചുള്ളി വേണ്ടല്ലോ. പിന്നെ തക്കാളി, പിന്നെ മറ്റേ ഇതിൻ്റെ അകത്തിൽ ആ ലീഫൊക്കെ ഉള്ള ടൈപ്പ് തക്കാളി ഉണ്ടായിരുന്നു, പക്ഷെ അതിന് വില കൂടുതലാണ്. എപ്പോഴും കോസ്റ്റ് ചെയ്യും. എത്ര വേണം? ആദ്യമാണ് ഇന്നത്തെ ഷെഫ്. എന്നത്തെ ഷെഫ് ഞാനാണ്. അപ്പം എത്ര ഒനിയൻ വേണം? 3 ഒനിയനും 1 തക്കാളി, പിന്നെ വെളുത്തുള്ളി. ഒരു തക്കാളി മതി. ഈ വെളുത്തുള്ളി നമുക്ക് എല്ലാ സ്റ്റോറിലൊന്നും അവൈലബിൾ അല്ല. ഇത് ഞങ്ങൾ പാകിസ്ഥാനി സ്റ്റോറുണ്ട് ഇവിടെ. പാകിസ്ഥാനി സ്റ്റോറിൽ നിന്ന് മേടിച്ചതാ. അയ്യോ, പാകിസ്ഥാനെന്നൊക്കെ പറയുമ്പോൾ പേടിയോ. അല്ല, ഇവിടെ പക്ഷെ അവർ നമ്മളെടുത്തിട്ടൊന്നും പ്രശ്നമൊന്നും, നമ്മളൊക്കെ നല്ല രീതിയിൽ തന്നെയാ ബിഹേവ് ചെയ്യുന്നത്. ഇത് കുറച്ച് നാളായി ഞാൻ വാങ്ങിയിട്ട്. ഇതുവരെയായിട്ട് എടുക്കേണ്ടി വന്നില്ല, കാരണം എക്സാം ആയതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കാൻ അടുക്കള കയറി കഴിഞ്ഞാൽ നല്ല സമയമാവും. പിന്നെ പഠിക്കാനും പറ്റത്തില്ല, ഫുഡ് ആസ്വദിച്ച് കഴിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് ഒന്നും ഉണ്ടാക്കാറില്ല ഞാൻ. പിന്നെ വെളുത്തുള്ളി നല്ല അല്ല, ഇഞ്ചി കുറച്ച് ഇങ്ങനെ ആയിട്ടുണ്ട്, ഡ്രൈ ആയിപ്പോയി. ഇവിടെ ഇപ്പൊ നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം പെട്ടെന്ന് ഡ്രൈ ആവുന്നുണ്ട്. ഇത്ര ഇഞ്ചി എടുക്കാം. നമുക്കിനി ഇതൊക്കെ കട്ട് ചെയ്തിട്ട്
കുക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പോഴത്തേക്ക് നമ്മൾ ഫ്രണ്ട്സൊക്കെ വരും, ഒരുമിച്ച് കഴിക്കാം. തിരിച്ച് അല്ല ഇങ്ങനെ സവാള എങ്ങനെ അരിയണ്ടെന്ന് വരെ ഞാൻ മറന്നു പോയല്ലോ. കുറച്ച് നാൾ അടുക്കള കയറുന്നപ്പോഴത്തേക്കല്ല പറഞ്ഞു. അയ്യോ, നമുക്ക് ഇത് കട്ട് ചെയ്ത് ഒനിയൻ കട്ട് ചെയ്ത് പ്ലേറ്റിലാക്കി വെക്കാം. പക്ഷെ നമുക്ക് അതിന് മുമ്പ് നമുക്ക് ചിക്കൻ നമ്മൾ കുക്കറിലല്ലേ വെക്കുന്നേ. അപ്പോൾ നമുക്ക് ചിക്കൻ ഉപ്പും കുരുമുളകും മഞ്ഞപ്പൊടിയും ഇട്ടതിന് ശേഷം നമുക്ക് കുക്കറിൽ വെച്ച് വേവിക്കാം. നമുക്ക് അത് ചെയ്യാം. അതിനുശേഷം ഉള്ളി അരിയാം. നാട്ടില് മറ്റേ കടയിൽ ചിക്കൻ വാങ്ങിക്കാൻ പോകുമ്പോൾ അവരെന്ത് സിമ്പിളായിട്ടാ സ്കിന്നും കളഞ്ഞ് കട്ട് ചെയ്ത് പടയെന്ന് പറഞ്ഞതായിരുന്നേ. ഇതിപ്പോൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി ഇതിൻ്റെ മെനക്കേട്. പക്ഷെ ഇതിൽ എക്സ്പീരിയൻസ് ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്ന് തോന്നുന്നു. പെട്ടെന്ന് എല്ലാം ചെയ്യാമല്ലോ. അതിനുശേഷം കുറച്ച് ഓയിൽ ഒഴിക്കുന്നെങ്കിൽ നല്ലതായിരിക്കും തോന്നുന്നു, കോക്കനട്ട് ഓയില്. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാം കുറച്ചിട്ടാൽ മതി. കാരണം പിന്നെ നമ്മൾ മസാലകളെല്ലാം ആഡ് ചെയ്യുമ്പോൾ കൂടുതൽ ആഡ് ചെയ്യാം. ഇപ്പോൾ അത് വേവിക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് നമുക്ക് കുറച്ച് ഇത് ആഡ് ചെയ്യാം. ഇത് കുരുമുളക് മതി. ഈ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന തൈരിൻ്റെ പാട്ട്. ഉപ്പ് ഓക്കെ. ഇതിനി നമുക്ക് വന്ന സമയത്ത് ഇത് കട്ട് ചെയ്തത് തണുപ്പ് കാരണം ഒഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പൊ വെയിലായപ്പോ ഉരുകി ഇത്രയായി. എന്തായാലും കുറച്ച് ഒഴിച്ചേക്കാം. അയ്യോ, കുറച്ച് കൂടുതലായി പോയല്ലോ. കുറച്ച് അധികമായിട്ടുണ്ട്. സാരില്ല, നമുക്കിനി മിക്സ് ചെയ്യണം. കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടി ഇടണോന്ന് എനിക്കറിയില്ല. ഇപ്പം വീട്ടിലൊക്കെ ഞങ്ങൾ വെക്കുമ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചിക്കൻ കറി വെക്കാമല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ വെക്കുന്നത്. അതാകുമ്പോൾ ഇത് ടൈം എടുക്കില്ല. ഇനി ഞങ്ങൾക്ക് അവർ വന്നിട്ട് വേണം, പൊറോട്ട കൊണ്ട് വരികയുള്ളൂ. എന്നിട്ട് വേണം പൊറോട്ട വെക്കണം. അപ്പോൾ അതിന് ടൈം എടുക്കില്ലേ, അതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കണം. കാരണം അല്ലെന്നുണ്ടെങ്കിൽ അടിക്ക് പിടിക്കില്ലേ. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിക്കാം. ഓക്കെ, അടിക്ക് പിടിക്കാതിരിക്കാനുള്ള ഒരു വെള്ളം ഒഴിക്കാം. ഓക്കെ, കൈ കഴുകണം. ഓക്കെ, സ്റ്റൗ കത്തിക്കുന്നത് കുറേ നേരം കത്തിച്ചാലേ ഇത് കത്തുള്ളൂ. ചില സമയത്ത് പെട്ടെന്ന് കത്തും. ലോ ഫ്ലെയിമിൽ വെക്കാം. അപ്പോഴത്തേക്ക് സവോളം കട്ട് ചെയ്ത് നമുക്ക് വരട്ടാം. നമ്മുടെ എല്ലാ വീഡിയോയിലും സവാള അരിയുന്ന പോർഷൻ മസ്റ്റാണ്. അതുകൊണ്ട് നിങ്ങൾ ഒന്നും വിചാരിക്കരുത്. എന്ത് ഫുഡ് ഉണ്ടാക്കാനാണെങ്കിലും ഇപ്പോൾ മസാല ഐറ്റംസ് ഒക്കെ ആഡ് ചെയ്യാനാണെങ്കിൽ സവാള ഇഞ്ചി വെളുത്തുള്ളി മസാല അല്ലേ. സവാള അരിഞ്ഞിട്ടുണ്ട്, പിന്നെ വെളുത്തുള്ളി ഇഞ്ചി, പിന്നെ ടൊമാറ്റോ ഇപ്പോഴും ആഡ് ചെയ്തില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞ് ആഡ് ചെയ്യാം. ഈ പാനിലാണ് ചിക്കൻ കറി വെക്കുന്നത്. ഞങ്ങൾ യൂഷ്വലി ഇതിന് മുമ്പ് ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ അതിലാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ചിക്കൻ കുക്കറിൽ കുറച്ചും കൂടെ വേവാനുണ്ട്. അതുകൊണ്ട് ഒരു വിസിലും കൂടെ കേൾക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് എണ്ണ ഒഴിക്കാം. എന്തായാലും ഇത് മെൽട്ടായതുകൊണ്ട് കോക്കനട്ട് ഓയിൽ തന്നെ ഒഴിക്കാം. ഇത്രയും മതിയല്ലോ. ശേഷം കടുകിടാം. കുറച്ച് ഫ്ലെയിം കൂട്ടി വയ്ക്കാം. വെളുത്തുള്ളി ഇടാം. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി ഇടാലോ. നന്നായിട്ട് ഇളക്കണം. ഇതിൻ്റെ ഒരു റോസ് സ്മെല്ല് ഒന്ന് കുറയുന്നവരെ വരെ ഒന്ന് ജസ്റ്റ് ഇതാക്കിയാൽ മതി.
സവോള നല്ല ഇങ്ങനെ ഇരിക്കും, അപ്പോൾ ഇങ്ങനെ ഒന്ന് ഇട്ടാൽ ഇളക്കാൻ എളുപ്പമായിരിക്കും. അതെ, കൊടുക്കുന്നുണ്ട്. എസ്തെറ്റിക്, പക്ഷെ ഇളക്കാൻ അത്ര എസ്തെറ്റിക് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഇത് ഞാൻ കൊണ്ടുവന്നയാ. 2-3 സ്പൂൺ, 2 സ്പൂൺ ഇട്ടാൽ മതി. 2 സ്പൂൺ ഇച്ചിരി കൂടി ഇടാം. മുളക് പൊടി, മല്ലിപ്പൊടി കുറച്ചിട്ടാ മതിയല്ലോ. സ്പൂൺ എടുത്തിടുക വീഡിയോ അല്ലേ. മല്ലിപ്പൊടി, ഒക്കെ പോയി. ആദ്യമൊക്കെ ഭയങ്കര വേണ്ട, മഞ്ഞപ്പൊടി വേണ്ട, കുത്തും. കുരുമുളക് നമ്മൾ ഇതിനകത്തിൽ ഇട്ടിട്ടുണ്ടായതുകൊണ്ട് പക്ഷെ മഞ്ഞപ്പൊടി കൂടുതലാവും. അതിനുശേഷം മസാലപ്പൊടി. ഇത് ഇവിടുന്ന് പാകിസ്ഥാൻ സ്റ്റോറിൽ നിന്ന് എനിക്ക് ഗരം മസാലയൊക്കെ ഉണ്ട്. എന്റെ അമ്മ എനിക്ക് നല്ല ആവശ്യമുണ്ട്. നിനക്ക് ഗരം മസാല ഇല്ലേ? ഒരു സ്പൂൺ കുറച്ചും കൂടി ഇടാം. എന്നാലേ ഇവിടെ നമ്മുടെ നാട്ടിലെ അല്ലാത്തത് കൊണ്ട് അത്ര ഇത് കുറവായിരിക്കും. വീട്ടിലാണ് ഏകദേശം ഉണ്ടാവുന്നത്. അവന്റെ വീട്ടിലൊന്നും ഇല്ലാത്ത നന്നായിട്ട് ഇളക്കണം. അതിനുശേഷം തക്കാളി ഇടണം. ടൊമാറ്റോ ഇടാം. തക്കാളി ഫുൾ ഡെക്കറേഷൻ വേണ്ട. അയ്യോ, തക്കാളിയുടെ കുറച്ച് പഴുപ്പ് താഴ്പോയി. അല്ലത് കുറച്ചും കൂടെ കട്ട് ചെയ്ത് തരുന്നു തക്കാളി, എന്നാലേ പെട്ടെന്ന് ഇതാകത്തുള്ളൂ. ഞാനാ കട്ട് ചെയ്തത്. ഇനി നല്ലപോലെ ഇളക്കാം. അല്ല, ഇതിന്റെ നല്ലപോലെ കുറച്ച് ഇതിന്റെ ടൊമാറ്റോന്റെ പൾപ്പ് ഇറങ്ങിയിട്ട് ഈ മസാല എല്ലാം ഒന്ന് പിടിച്ചിട്ട് നമുക്ക് ചിക്കൻ ഇടാം. ഇട്ടോ. ഇനി നമ്മൾ ചിക്കൻ ഇടാണേ. ഇതിപ്പോ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട്, സ്പൂണില്ലാത്തതുകൊണ്ട് പക്ഷെ സാധാരണ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടായിരുന്നു ഒഴിക്കുന്നത്. പക്ഷേ അത് ഭയങ്കര ബുദ്ധിമുട്ടായി എടുക്കാൻ വേണ്ടി സ്പൂൺ വെച്ചിട്ട്. അതുകൊണ്ട് ഇനി ഇതിനകത്തിൽ മസാല എല്ലാം പിടിച്ച് വരാൻ കുറച്ച് സമയം എടുക്കും. എനിക്ക് തോന്നുന്നു ഞാൻ സാധാരണ ഇവിടുത്തെ ചിക്കനിൽ മസാല പിടിച്ച് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെളുത്ത് തന്നെ ഇരിക്കും, കുറേ സമയം എടുക്കും ഒന്ന് മസാല പിടിച്ച് വരണമെങ്കിൽ. അങ്ങനെ ഇത് കുറേ നേരം ഇതിലിരുന്ന് കുക്കായി. പക്ഷെ പൊറോട്ടൻ്റെ കൂടെ കഴിക്കുന്നതുകൊണ്ട് ഗ്രേവി വേണമല്ലോ, അതുകൊണ്ടാണ് നിറയെ വെള്ളം ഒഴിച്ചത്. ഇനിയിപ്പം നോക്കാം. അടച്ചു വയ്ക്കാവേ. ഇനി കുറേ നേരം അടച്ചു വെച്ച് വേവിക്കാം. ഓക്കെ. കുറച്ച് റെഡ് കളറായോ? എന്ത് മസാല ഇട്ട കൂടുതൽ? ഞാൻ ഒരു മസാലയും കൂടുതൽ ഇട്ടില്ല. ദിസ് ഈസ് ചിക്കൻ. ഇച്ചിരി ഫ്രിഡ്ജ് വെക്കാൻ ചൂടില്ല. കൊള്ളാം, പക്ഷെ ഇച്ചിരി മധുരം ഉണ്ടോ? ഇല്ല, ഉള്ളിയുടെ ഒന്നും അറിയുന്നില്ല. മധുരമൊന്നുമില്ല. കുറച്ചും കൂടെ വഴക്ക് വരുന്നുണ്ടായിരുന്നു. കുറച്ച് റെഡ് കളർ, കുറച്ച് കുരുമുളക് കൂടി ഇട്ടല്ലോ. കുറച്ചും കൂടെ കുക്ക് ആവാണ്ട് അല്ല, ലോ ഫ്ലെയിം ഇട്ടാ മതി. നമ്മള് പൊറോട്ട ഉണ്ടാക്കാൻ പോവാണേ. കേട്ടോ. എണ്ണയുണ്ടേ. അല്ലല്ല, ഇവിടെ ഒന്നും എടുക്കാം. അയ്യോ, ഇത് കുറച്ച്
6 ഇടാവോ ഇത്? അല്ല എനിക്ക് ഞാൻ 6 അവിടെ വർക്ക് ഇത് ഏറ്റവും ഫ്ലെയിം കൈലോട്ട് പിടിച്ച് അതാ ഞാൻ പറഞ്ഞു ഇപ്പൊ എടുക്കണ്ട. അല്ലാതെ ഇതെടുത്ത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യണം. ഇപ്പൊ അതാ ഇതിനകത്ത് തന്നെ തിരിച്ചു പിടിക്കും. അതെ അല്ലെങ്കിൽ ഇത് ഇതിന് വേണ്ടി യൂസ് ചെയ്താൽ മതി. അയ്യോ ഫ്രീസറിൽ വെച്ചു നിന്റെ എന്റെ അല്ല ഇത് അല്ല ഇതിപ്പോ പെട്ടെന്ന് ഉണ്ടാക്കാം. ചിക്കൻ കറി തുറന്നുപോയി. ചിക്കൻ കറി ഓഫ് ചെയ്യാം. ഇതുണ്ടോ? ഉണ്ട് ഇത് അടിക്കണ്ടേ ഇങ്ങനെ? അത് ലാസ്റ്റ് അല്ലേ? അല്ല 5 അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ആളുടെ ആരെയും അങ്ങോട്ട് കൊണ്ടുപോകണം. കഴിഞ്ഞു നമ്മൾ ഉണ്ടാക്കുന്ന ഇല്ല ഇനിയുണ്ടല്ലോ. സ്റ്റീഫനാണ് നമുക്ക് പൊറോട്ട അടിച്ചു തരാൻ പോകുന്നത്. നല്ല വ്യൂ ആണ് അവിടെ. നമുക്ക് അങ്ങോട്ട് പൊക്കോ നീ. ബീർ പോയോ? കമോൺ സ്റ്റീഫ. ഇതാണ് മൊത്തം ഇടട്ടെ. ഒരു 5 വെച്ച 5 എടി എനിക്കൊന്നും അറിയത്തില്ല കേട്ടോ. വീട് എടുക്കില്ലേ? സ്റ്റീഫൻ നമുക്ക് വേണ്ടി പൊറോട്ട. ഇത് പൊടിയത്തൊന്നുമില്ല. ഇത് പൊടിയത്തൊന്നുമില്ല. ഇനി ഇങ്ങനെ 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 അതൊക്കെ പൊടിയതറി. ഇതൊരു പരസ്യമില്ലേ ഇങ്ങനെ കാണിക്കുവാ. എന്നിട്ട് സ്റ്റീഫ ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അങ്ങനത്തെ ചെയ്യും. കരാട്ടയോ? പൊറോട്ട ചത്തുപോയി. ചൂടുണ്ടായിരുന്നല്ലേ? മതിയാ? ഇത് മാറ്റി ഇങ്ങോട്ട് എടുത്ത് വെക്കും. അവിടെ ചിക്കൻ കറി റെഡി ആയിരിക്കുവാണ്. ടേസ്റ്റ് നോക്കാം. ഇതാണ് ചിക്കൻ കറി. പക്ഷെ ആരുടെ കൈ എത്തുന്നില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് നീക്കി വെക്കാം. പൊറോട്ട എടുക്കും. ഇതാണ് ഞങ്ങളുടെ പൊറോട്ട. സാരമില്ല. ഒരു പൊറോട്ട എടുത്തു. പിന്നെ കുറച്ച് ചിക്കൻ കറി ആയിട്ട് നമ്മൾ കഴിച്ച് നോക്കാൻ പോവുകയാണ്. പൊറോട്ട നല്ല സോഫ്റ്റ് വന്നിട്ടുണ്ട്. കഴിച്ചിട്ട് അഭിപ്രായം അറിയിക്കേണ്ടതാണ്. ഇവിടെ കുറച്ച് അസൂയൊക്കെ ഉണ്ട് അടുത്ത്. പൊറോട്ട എങ്ങനെയുണ്ട്? സെറ്റല്ലേ? സോ അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് എക്സാം ഒന്നുമില്ല, പ്രസന്റേഷൻ ഇല്ല. അപ്പം നമുക്ക് ഞങ്ങൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാനാണ് ഞങ്ങളുടെ ലക്ഷ്യം. നമുക്കപ്പം വേറെ വീഡിയോസ് ചെയ്യുമ്പോൾ സോ എല്ലാവരും നമ്മളെ വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യുക. ബൈ.